ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാനായി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിച്ചത് കോടികൾ എന്ന് സൂചന. വിദേശ മലയാളികളായ അയ്യപ്പ ഭക്തരിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികളിൽ നിന്നും പണം പിരിച്ചുവെന്നാണ് സംശയിക്കുന്നത്. വിവാദം ഒഴിവാക്കാൻ പിരിച്ച പണത്തിൽ നിന്നും 7 പവന്റെ മാല മാളികപ്പുറം ക്ഷേത്രത്തിന് നൽകി. ഇക്കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് വിശദമായി പരിശോധിച്ചു. വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഭക്തിയുടെ മറവിൽ വലിയ തോതിലുള്ള തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയോ എന്ന സംശയം ആണ് ഉയരുന്നത്. ആ സൂചനകളിലേക്ക് പോകുന്ന എന്തെല്ലാം വിവരങ്ങൾ ആണ് വിജിലൻസിന് ലഭ്യമായിട്ടുള്ളത്? അഭിലാഷ്, ശബരിമല ക്ഷേത്രത്തിൽ ഭക്തർ മാത്രമല്ല, ഭക്തിയുടെ മറവിൽ ഇത്തരത്തിൽ വലിയ കച്ചവടക്കാർ നേരത്തെയുമുണ്ട്. പലരും പല സ്വാമിമാരുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന നിരവധി ആളുകൾ നേരത്തെ മുതൽ ശബരിമലയെ ചുറ്റിപ്പറ്റി നിൽക്കാറുണ്ട്. അത്തരത്തിലൊരാളാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സംശയം ബലപ്പെടുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്നത്. ദേവസ്വം ബോർഡും ഞെട്ടുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അവർക്കും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രാഥമികമായി തന്നെ ലഭിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ എന്നയാൾ അവിടെ ദ്വാരപാലക ശില്പങ്ങൾ പ്രതിഷ്ഠയുടെ സ്വർണ്ണപ്പാളികൾ, അതിൽ സ്വർണം പൂശാനായി അവിടെ നിന്ന് പ്രധാന സ്പോൺസർ നിലയിലാണ് ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നത്. ദേവസ്വം ബോർഡ് ഇയാൾക്ക് 2019 തന്നെ ഈ സ്വർണം പൂശാൻ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തു വിടുകയും ചെയ്തു. അന്നത് കൊടുത്തു വിട്ടതിൽ തന്നെ വലിയ വീഴ്ചകൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നത് മറ്റൊരു കാര്യം. ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ എന്നയാൾ അവിടെ നിന്ന് ഇത് കൊണ്ടുപോയി. മുഖ്യ സ്പോൺസറായാണ് അയാൾ ദേവസ്വം ബോർഡിന്റെ രേഖകളിലുള്ളത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ അയാളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചല്ല ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ തീരുമാനമെടുത്തതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പകരം അയാൾ വലിയ പിരിവ് ഇതിനു വേണ്ടി നടത്തി എന്നതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ. ഇയാൾ അയ്യപ്പ ഭക്തർ, നമുക്കറിയാം അയ്യപ്പ ഭക്തിയിൽ വിദേശത്ത് വരുന്ന ആളുകളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ള ആളുകളുണ്ട്. അവരൊക്കെ വലിയ രീതിയിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്ന ആളുകളാണ്. അവരെയൊക്കെ ഇയാൾ ഏകോപിപ്പിച്ചു. വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപ അയാൾ പിരിച്ചു എന്നാണ് ദേവസ്വം ബോർഡ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. അതിൽ വ്യവസായികളുണ്ട്, അയ്യപ്പ ഭക്തരുണ്ട്. അവരിൽ നിന്നെല്ലാം വലിയ തുക പിരിച്ച് ഇയാൾ ഈ പേരും പറഞ്ഞ് പിരിച്ചു. പക്ഷേ എത്രത്തോളം അതിൽ ചിലവാക്കിയെന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല, ഈ പിരിച്ച തുകയിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് അവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ പേരിൽ, അയ്യപ്പ ഭക്തരുടെ പേരിൽ നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹം നടത്താമെന്നൊരു വാഗ്ദാനം ദേവസ്വം ബോർഡ് മുമ്പ് ഒരു പ്രപ്പോസൽ അയാൾ വയ്ക്കുകയും ചെയ്തു. ദേവസ്വം ബോർഡ് അത് തള്ളിക്കളയുകയായിരുന്നു. ഇയാളുടെ ഈ നീക്കത്തിൽ സംശയം തോന്നിക്കൊണ്ടാകണം ദേവസ്വം ബോർഡ് അത് തള്ളിക്കളയുകയായിരുന്നു. ആ വിവാദങ്ങൾ ശക്തമായിരിക്കെ ഇയാൾ മാളികപ്പുറം ക്ഷേത്രത്തിൽ 7 പവന്റെ ഒരു മാല സാധാരണഗതിയിൽ ശബരിമലയിൽ നൽകണമെങ്കിലും അത് ദേവസ്വം ബോർഡിനെ അറിയിച്ച് മഹസറിൽ രേഖപ്പെടുത്തി സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയാണ് പതിവ്. അതൊന്നുമില്ലാതെ നേരിട്ട് ശാന്തിമാരെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇയാളുടെ ഇടപാടുകളെല്ലാം ദുരൂഹമാണ്. ഇയാളെപ്പറ്റി വിശദമായ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ദേവസ്വം ബോർഡ് സർക്കാർ മുന്നിൽ വച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിന് പുറമെ പോലീസിന്റെ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടാനാണ് സാധ്യത. അധികം വൈകാതെ അത്തരം അന്വേഷണത്തിലേക്ക് പോകും. ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ ഇടപെടലുകൾ. ഒരു കാര്യം കൂടിയുള്ളത്, ഈ ദ്വാരപാലക പ്രതിഷ്ഠയിലെ അതിലെ സ്വർണം പൂശാനെ 2019 പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ദേവസ്വം ബോർഡ് പാലിച്ചിട്ടില്ല എന്നതുകൂടിയാണ് വ്യക്തമാകുന്നത്. കൃത്യമായി അവിടെ നിന്ന് എന്ത് സാധനം കൊണ്ടുപോയാലും അതിന് വിലവെടുപ്പുള്ള സാധനം കൊണ്ടുപോകുമ്പോൾ പോലീസിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ദേവസ്വം ബോർഡിന്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട്. ഈ നടപടികളൊക്കെ പ്രത്യേകിച്ചും ഇത്തരത്തിൽ ദ്വാരപാലക ശില്പത്തിൽ പീഠ ഉൾപ്പെടെയുള്ളവ ഇളക്കിക്കൊണ്ടുപോകുമ്പോൾ, പാളികൾ കൊണ്ടുപോകുമ്പോൾ അത് വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അത്തരം നടപടി 2019 ഉണ്ടായിട്ടില്ല. അവിടെ ഇയാളെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ഇയാളെ ആരോ ആയുധമായി ഉപയോഗിക്കുകയോ ആയിരുന്നു എന്ന് വ്യക്തമാണ്. പക്ഷേ ഇത്തവണ കൊണ്ടുപോകുമ്പോൾ കൃത്യമായ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചു. ഈ കൊണ്ടുപോയ പാളികൾ തന്നെയാണോ തിരികെ കൊണ്ടുവന്നത്, കൊണ്ടുപോയ ശില്പങ്ങൾ തന്നെയാണോ തിരികെ കൊണ്ടുവന്ന കാര്യത്തിൽ, ഈ പീഠങ്ങളാണോ തിരികെ കൊണ്ടുവന്ന കാര്യത്തിലൊക്കെ അവ്യക്തതയുണ്ട്. ഏതായാലും അവിടെ ദേവസ്വം ബോർഡ് ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. 2019 തന്നെ ഇപ്പോൾ അവർ എല്ലാ നടപടികളും പാലിച്ചെങ്കിൽ പോലും. പക്ഷേ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്നത് സംബന്ധിച്ച് വലിയ ദുരൂഹ. ദേവസ്വം ബോർഡ് തന്നെ ഇയാളുടെ പശ്ചാത്തലം, ഇയാൾ ആരാ എന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഹൈക്കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ, ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശാൻ കൊണ്ടുപോയ വിഷയം വന്നപ്പോൾ ഹൈക്കോടതിയിൽ ഈ ശബരിമലയുടെ ചുമതലയുള്ള ജില്ലാ ജഡ്ജി കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ
കോടതി പറഞ്ഞ ഒരു കാര്യം, സാധാരണഗതിയിൽ കോടതി അത്ര ഇടപെടൽ നടത്താറില്ല. ഈ സ്പോൺസർമാരുടെ, ഈ സ്വർണം പൂശാൻ കൊണ്ടുപോയ സ്പോൺസർമാരുടെ പശ്ചാത്തലം, അവരുടെ സാമ്പത്തിക സ്രോതസ്സടക്കം പരിശോധിക്കണം നിർദ്ദേശം കോടതി നൽകിയിരുന്നു. ഇയാളുടെ ഇൻകം ടാക്സ് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ ഈ ഒരു ആരോപണവുമായി വീണ്ടും കോടതിയിലെത്തുന്നത്. അങ്ങനെ ആ കാര്യം മാറിപ്പോവുകയായിരുന്നു. തൻ്റെ ഈ സ്വത്തുവിവരത്തിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ, തൻ്റെ വരുമാന സോഴ്സ് വെളിപ്പെടുത്താൻ ഉണ്ണികൃഷ്ണൻ തയ്യാറായിരുന്നില്ല. അതുകൂടിയാണ് ഇപ്പോൾ സംശയം വർദ്ധിപ്പിക്കുന്നത്. ആരാണ് ഇയാൾ? ഇയാൾക്ക് എന്താണ് ശബരിമലയിൽ ഇത്രയധികം പ്രാധാന്യം കിട്ടാൻ കാരണം? നേരത്തെയൊക്കെ ഈ ദേവസ്വം ബോർഡ് മനസ്സിലാക്കാൻ കഴിയുന്നത് കീഴ്ശാന്തിമാരുടെ സഹായിയെ കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഭക്തൻ എന്ന ലേബലിലാണ് അയാൾ അവിടെ തുടർന്നത്. അതിനുശേഷം വലിയ വ്യവസായി, ഈ ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്യാൻ സ്പോൺസർഷിപ്പ് നൽകുന്ന ഒരു വ്യവസായി എന്ന ലേബൽ അയാൾക്ക് അവിടെ കിട്ടി. ഇയാളുടെ ഒരു വളർച്ച എന്താണ്? ഇയാളുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്? ഇയാൾ തിരുവനന്തപുരം സ്വദേശി എന്ന് പറയപ്പെടുന്നു. പക്ഷേ പലപ്പോഴും ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇയാളുടെ വീടെല്ലാം അവിടെയാണുള്ളത്. ഇയാൾ ഒരു ദുരൂഹ ക്യാരക്ടറായി, ദുരൂഹ വ്യക്തിത്വമായി ഇപ്പോൾ ശബരിമല ചർച്ചകൾ നിറയുകയാണ്. ദേവസ്വം ബോർഡും ഇയാളുടെ പശ്ചാത്തലം അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും അവിടെ അരുണി സൂചിപ്പിക്കുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതി എവിടെ എന്ന സംശയം അവിടെ നിലനിൽക്കുന്നു. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതിലും ഒക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വസതിയിൽ നിന്നാണല്ലോ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കണ്ടെത്തിയത്. ആ പീഠം എവിടെയായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ജീവനക്കാരനെയാണ് ഈ പീഠം ഏൽപ്പിച്ചത്. ഈ വിവാദമായ പശ്ചാത്തലത്തിലാണ് പീഠം ഉണ്ണികൃഷ്ണന് ഈ ജീവനക്കാരൻ തിരിച്ചു നൽകിയത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണന്റെ സഹോദരിക്ക് ഇത് ശബരിമലയിൽ നിന്ന് കാണാതായിട്ടുള്ള പീഠമാണ് എന്ന കാര്യം അറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമാണോ സംശയം? അതിനപ്പുറത്ത് ശബരിമലയിലെ തന്നെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജീവനക്കാരോ ആയോ ആളുകളോ ഒക്കെ ചേർന്നുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റും? ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം 2019 അത്തരമൊരു നീക്കമാണ്, തീർത്തും വഴിവിട്ട നീക്കമെന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും കോടതിയിലുള്ള പരിഗണന വിഷയമാണ്. കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരം അനുസരിച്ച് 2019 ഇയാൾക്ക് ഇത് സ്വർണം പൂശാൻ അനുമതി കൊടുക്കുമ്പോൾ, ഇയാളെ സ്പോൺസർ അംഗീകരിച്ച് ഇയാളുടെ കയ്യിൽ സ്വർണ്ണപ്പാളിൽ കൊടുത്തുവിടുമ്പോൾ ഒരു തരത്തിൽ നടപടിക്രമങ്ങളും ദേവസ്വം ബോർഡ് പാലിച്ചിട്ട് ഉത്തരവിറക്കിയിരുന്നു. പക്ഷേ ഇയാളുടെ കയ്യിൽ കൊടുത്തുവിടാനാണ്. അങ്ങനെയൊന്നും ശബരിമലയിലെ ഇത്ര വിലപിടിപ്പുള്ള വസ്തുവകകൾ അങ്ങനെ ഒരാളുടെ കയ്യിൽ കൊടുത്തുവിടാൻ കഴിയില്ല. പോലീസിൻ്റെ കാവൽ വേണം, സംരക്ഷണം വേണം. അങ്ങനെ മാത്രമേ ഇത്രയധികം വിലപിടിപ്പുള്ള സ്വർണം പാളികൾ പുറത്തേക്ക് പോകാൻ കഴിയൂ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ദേവസ്വം ബോർഡിലെ ഉന്നതർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കണം. അന്ന് ഇയാളെ വിശ്വസിച്ചോ അല്ലെങ്കിൽ ഇയാൾ അവരെ കബളിപ്പിച്ചോ അല്ലെങ്കിൽ അവരുടെ കൂടി അറിവോടുകൂടി ഇയാൾ നടത്തിയ തട്ടിപ്പോ ആകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മാത്രമല്ല, അന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ എത്ര നാൾ പുറത്തുണ്ടായിരുന്നു, എത്ര നാൾ ഇയാളുടെ വീട്ടിലുണ്ടായിരുന്നു, മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഇത് വച്ചിട്ടുണ്ടോ? കൃത്യമായി ചെന്നൈയിൽ കൊണ്ടുപോയി ഇത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ദിവസം തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ടോ? അതെവിടെയായിരുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഈ പീഠങ്ങളുടെ കാര്യത്തിലും സമാനമായൊരു ദുരൂഹതയുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കണക്കുകളിൽ അങ്ങനെ പീഠങ്ങളെ ഇല്ല. ഈ പീഠങ്ങൾ ഈ ദ്വാരപാലക പ്രതിഷ്ഠകൾ കൊണ്ടുവരാൻ ഉള്ള പീഠങ്ങളാണ്. അത് ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പറയുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലോ മഹസർ രേഖകളിലോ അവരുടെ റെക്കോർഡുകളിലോ ഇത്തരം പീഠങ്ങളെ ഇല്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡ് ഇപ്പോൾ കരുതുന്നത് ഈ പീഠങ്ങളുടേത് ഇയാളുടെ ഒരു കെട്ടുകഥയാകാം, അല്ലെങ്കിൽ പീഠങ്ങളുണ്ട്, അത് ഇയാളുടെ വീട്ടിലോ മറ്റെവിടെയോ വച്ചിരുന്ന കാര്യങ്ങളാണ്, ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചിട്ടേ ഇല്ല എന്നാണ് ദേവസ്വം ബോർഡ് കരുതുന്നത്. ഏതായാലും വലിയ ദുരൂഹത ഇതേ ചുറ്റിപ്പറ്റിയുണ്ട്. ഈ പോയ സ്വർണത്തിൻ്റെ വിലയേക്കാൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ശബരിമലയുടെ വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, കാണിക്ക ലഭിക്കുന്നവ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നു 2019. അത് കോടതി പറഞ്ഞ വളരെ വ്യക്തമായൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 99 മുതൽ ഈ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ അലംഭാവമുണ്ട്. കൃത്യമായ നടപടികൾ പാലിക്കുന്നില്ല. ഈ സ്വർണ്ണ കോയിനൊക്കെ, നാണയങ്ങളൊക്കെ വലിയ രീതിയിൽ ശബരിമല ചാക്ക് കണക്കിന് കോയിനൊക്കെ വരാറുണ്ട്. അങ്ങനെ ഭക്തർ തങ്ങളുടെ വലിയ സമ്പാദ്യം ശബരിമലയ്ക്ക് നൽകാറുണ്ട്. അതെല്ലാം ചാക്കുകളിൽ കെട്ടി സൂക്ഷിക്കുന്നുണ്ട്. കൃത്യമായി എണ്ണി രേഖപ്പെടുത്തിയില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. അവിടെയാണ് ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാകുന്നത്. അവിടെയാണ് ദേവസ്വം ബോർഡിനെ സംശയം. തീർച്ചയായും അതാണല്ലോ അരുൺ ഏറ്റവും പ്രധാനം. അതായത് വിശ്വാസികൾ വലിയ തോതിൽ അയ്യപ്പന് കാണിക്കയായി നൽകുന്ന ഉരുപ്പിടികളുണ്ട്. അതിൽ സ്വർണ്ണമുണ്ട്, പണമുണ്ട്, മറ്റു പലതുമുണ്ട്. അതൊക്കെ വെള്ളി പോലെയുള്ളവയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തു നിന്നുള്ള ഭക്തർ അതിനൊന്നും ഒരളവേയില്ല. കാരണം അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി, അവരുടെ കുടുംബാംഗമായി അയ്യപ്പനെ കാണുകയും അയ്യപ്പനുള്ളത് അയ്യപ്പനെ എന്ന നിലയിൽ അവർ അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് വയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ശബരിമലയിലെ
ചുറ്റിപ്പറ്റി നിൽക്കുന്നവരോ ഒക്കെ അടിച്ചു മാറ്റുന്നു എന്ന് തന്നെയാണ് വളരെ കൃത്യമായി പറയേണ്ടത്. ഇപ്പോൾ ഈ അരുൺ സൂചിപ്പിച്ച ഈ ചാക്ക് കണക്കിന് സ്വർണം ഇതൊക്കെ പലപ്പോഴായി ചെറിയ തോതിലൊക്കെ പുറത്തേക്ക് പോകാറുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ കോടതി തന്നെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, നേരത്തെ 30 കിലോ സ്വർണം എന്നതിൽ നിന്ന് 4 കിലോയോളം സ്വർണം എവിടെയാണ് നഷ്ടമായത്? അപ്പോൾ ദേവസ്വം ബോർഡിനും അവിടുത്തെ സംവിധാനങ്ങൾക്കും വലിയ അപാകതകൾ സംഭവിക്കുന്നു പുതിയ കാലഘട്ടത്തിലും. ഒരുപക്ഷെ ഇത് ഇന്നലകളിൽ സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷേ ടെക്നോളജി അത്രമേൽ മാറിയിട്ടുണ്ട്. ഈ സൂചിപ്പിക്കുന്ന പോലെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്താം, അത്രമേൽ കൃത്യമായ അളവു തൂക്കങ്ങൾക്കുള്ള സംവിധാനങ്ങളുണ്ട്, എല്ലാമുണ്ട്. ഇത് ദേവസ്വം ബോർഡിനെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ? ഇനിയെങ്കിലും ശബരിമലയുടെ സ്വത്ത് വകകൾ ഇത്തരത്തിൽ മോഷണം പോകാതെ അടിച്ചു മാറ്റുന്ന ഒരവസ്ഥയ്ക്ക് ശമനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഓരോ ജീവനക്കാരനും സ്ട്രോങ് റൂമിലേക്കും അല്ലെങ്കിൽ വിലവെടുപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന എവിടേക്കും ഈ ശബരിമലയിൽ കയറാൻ കഴിയൂ. കൃത്യമായ വീഡിയോ ചിത്രീകരണം ഉണ്ടാകും, സ്കാനറടക്കമുള്ള സംവിധാനങ്ങൾ. മുൻകാലങ്ങളിലൊക്കെ ശബരിമലയിൽ നിന്നൊക്കെ വലിയ കാര്യങ്ങൾ പലതും കട്ടുകൊണ്ടുപോയ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത്ര എളുപ്പമല്ല അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. വർഷങ്ങൾക്ക് മുമ്പും അങ്ങനെ പലരെയും പിടിച്ചിട്ടുമുണ്ട്. അത്ര എളുപ്പമല്ല ഒന്നും ആ രീതിയിൽ കട്ടുകൊണ്ടുപോകാൻ. പക്ഷേ ഇത് ഒരു സ്വർണ്ണപ്പാളി തന്നെ ഈ രീതിയിൽ ഒരാൾക്ക് കൊടുത്തുവിട്ടു, അത് നടപടിക്രമങ്ങൾ പാലിക്കാതെ അറ്റകുറ്റപ്പണിക്കായി കൊടുത്തുവിടുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. മാത്രവുമല്ല, ഈ സ്വർണ്ണ നാണയങ്ങളടക്കം സമർപ്പിക്കപ്പെടുന്ന കണക്കുകൾ ശരിയായി സൂക്ഷിക്കുന്നില്ല എന്ന വിമർശനം ഹൈക്കോടതി തന്നെയാണ് ഉന്നയിച്ചത്. സ്വാഭാവികമായി ഹൈക്കോടതി വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ സാധ്യതയില്ല. ഇതിന് തെളിവുകളോ പരാതികളോ അവർക്ക് ലഭിച്ചിരിക്കണം. അതുകൊണ്ടാണ് മുഴുവൻ ഇതിൻ്റെ കണക്കെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റാർക്കെങ്കിലും കടത്തിക്കൊണ്ടുപോകാൻ ഇയാൾ കൊണ്ടുപോയത് തന്നെ സ്വാഭാവികമായും ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാൾ 2019 കൊണ്ടുപോയത്. പക്ഷേ നടപടിക്രമങ്ങളുടെ പൂർണ്ണമായി പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഈ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിൽ വലിയ അലംഭാവമുണ്ട് എന്ന് കോടതി കൂടി പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ചു പോകും. ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. കോടതിയുടെ വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമുണ്ട്. ആ കാര്യങ്ങൾ കൂടി നടക്കുകയാണ്. ഏതായാലും ദേവസ്വം ബോർഡും കൂടി മറുപടി പറയേണ്ട കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഇത്തരം അവതാരങ്ങൾ ഇപ്പോഴും അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? 2006 ജി സുധാകരൻ ദേവസ്വം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയാകുമ്പോൾ അദ്ദേഹം ആദ്യം നടത്തിയ പ്രഖ്യാപനങ്ങളിലൊന്ന് ശബരിമലയിൽ പലരും സ്വാമിയുടെ ആളുകളെന്ന് പറഞ്ഞ് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്, വലിയ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്, അവരെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കുമെന്നൊരു പ്രഖ്യാപനം ജി സുധാകരൻ നടത്തി. നമുക്കറിയാം, ഭരിച്ച വകുപ്പുകളിലൊക്കെ അഴിമതി ഇല്ലാതാക്കിയ ഇത്തരം അവതാരങ്ങളെയൊക്കെ ആട്ടിപ്പായിച്ച ഒരു മന്ത്രി കൂടിയായിരുന്നു ജി സുധാകരൻ. പക്ഷേ അദ്ദേഹത്തിന് പോലും ശബരിമലയിൽ ആ രീതിയിൽ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇത്തരം അവതാരങ്ങളെ, അയ്യപ്പൻ്റെ അടുത്ത ആളുകളായി അവിടെ നിൽക്കുന്ന എല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനേക്കാളും ദേവസ്വം മന്ത്രിയേക്കാളും തന്ത്രിയേക്കാളും ഒക്കെ പ്രാധാന്യത്തോടെ അവിടെ രാജാക്കന്മാരായി വാഴുന്ന പല ആളുകളുമുണ്ട്. അവരെയൊന്നും അവിടെ നിന്ന് പുറത്താക്കാൻ ജി സുധാകരൻ പോലും കഴിഞ്ഞില്ല. ഇപ്പോഴും ഇത്തരം തുടർച്ചയായി ശബരിമലയിൽ നിന്ന് വരുന്ന ഈ റിപ്പോർട്ടുകൾ ദേവസ്വം ബോർഡിനകത്ത് തന്നെ അല്ലെങ്കിൽ ആ ജീവനക്കാർക്കിടയിലും ഒക്കെ ശുദ്ധികലശം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് കിലോമീറ്ററുകളോളമൊക്കെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കാൽനടയായി ശബരിമലയിൽ എത്തി അയ്യപ്പന് കാണിക്കയായി ചാർത്തുന്ന നൽകുന്ന സ്വർണം രജിസ്റ്റർ പോലും ഇല്ലാതെ ചാക്കിൽ കെട്ടിയാണ് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നത് എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെല്ലാം മാറ്റം വേണമെന്ന് കോടതി തന്നെ നിർദ്ദേശിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡും അധികൃതരുമൊക്കെ ഇന്നലകളെ ചൂണ്ടിക്കാണിച്ച് തടി തപ്പുകയല്ല വേണ്ടത്. പുതിയ സംവിധാനങ്ങളുണ്ട്. അത്തരത്തിൽ ശബരിമലയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് വി അരുൺ നൽകിയത്. നമ്മൾ